നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലെ കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ നിന്നും നമ്മളിന്ന് പോകാൻ പോകുന്നത് കേരളത്തെ നടുക്കിയ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിലേക്കാണ്. നമുക്ക് പോകേണ്ട ബസ് ഇവിടെയുണ്ട്. ഈ KSRTC ബസ്സിലാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. കൽപ്പറ്റയിൽ നിന്നും പുറപ്പെട്ട് ചൂരൽമല വരെ പോകുന്ന ബസ്സാണ്. അങ്ങനെ ബസ്സിൽ കയറി നമ്മൾ ഇവിടെ നിന്നും പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ട് പുതിയ സ്റ്റാൻഡിൽ കയറിയാണ് ബസ് പുറപ്പെടുക. അങ്ങനെ പുതിയ സ്റ്റാൻഡിലേക്ക് നമ്മൾ കയറി. അങ്ങനെ ബസ് പുതിയ സ്റ്റാൻഡിൽ നിന്നും എടുത്ത് ചൂരൽമലയുടെ അടുത്ത ടൗണായ മേപ്പാടിയിലെത്തി. അങ്ങനെ ഇതാണ് മേപ്പാടി. ഇവിടെ നിന്ന് നമുക്ക് വലത്ത് ഭാഗത്തേക്കാണ് പോകേണ്ടത്. ഇടത്ത് ഭാഗത്തേക്ക് പോകുന്നത് വടുവഞ്ചാൽ തമിഴ്നാട് റോഡാണ്. വടുവഞ്ചാൽ ഊട്ടി റോഡ്. നമുക്ക് പോകേണ്ടത് ഈ റോഡാണ്. ഇനി തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയാണ് ഇനി റോഡ് കടന്നു പോകുന്നത്. ചൂരൽമല വരെ അങ്ങനെ തന്നെ. മേപ്പാടിയിൽ നിന്നും 12 കിലോമീറ്ററാണ് ചൂരൽമലയിലേക്കുള്ളത്. കൽപ്പറ്റയിൽ നിന്നും 22 കിലോമീറ്ററും. ചൂരൽമല വരെ ബസ്സിനെ കടത്തി വിടില്ല. അതിൻ്റെ ഒരു 2 കിലോമീറ്റർ ഇപ്പുറം വരെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും. അവിടെ തെരച്ചിലെല്ലാം നടക്കുന്നതുകൊണ്ട് ആൾക്കാരെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. നമുക്ക് ബസ് പോകുന്നിടത്തോളം വരെ പോകാം. പോകുന്ന വഴിക്കിൽ ഇങ്ങനത്തെ ഭക്ഷണശാലകളുണ്ട്. കാണുന്നതാണ് കള്ളാടി റിവർ. കൽപ്പറ്റയിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് KSRTC സർവീസ് ഉണ്ട് ചൂരൽമലയിലേക്ക്. സൂചിപ്പാറ വെള്ളച്ചാട്ടം അതിൻ്റെ അടുത്ത് തന്നെയാണ്. കൽപ്പറ്റയിൽ നിന്നും 33 രൂപയാണ് ചാർജ് ചൂരൽമലയിലേക്ക്. വളഞ്ഞു പുളഞ്ഞുള്ള റോഡാണ്. ഇവിടെയാണ് 2019 പുത്തുമല ഉരുൾപൊട്ടലുണ്ടായ ഭാഗം. അങ്ങ് ആ മല ഇടിഞ്ഞ് വന്ന ഭാഗമെല്ലാം ഇവിടെ. കല്ലും മണ്ണും എല്ലാം വന്നത് ഈ ഭാഗത്തേക്കാണ്. അവിടെയുള്ള വീടുകളെല്ലാം പോയത്. തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ യാത്ര നല്ല വൈബാണ്. ഇവിടെ സിപ്പ് ലൈനിൻ്റെ പരിപാടികളുണ്ട്. ഇവിടെ ടെൻറ്റ് സ്റ്റേ എല്ലാം ഉണ്ട്. ഇവിടെ ദൂരെ കാണുന്ന ടെൻറ്റ് സ്റ്റേ. നമ്മുടെ ബസ്സിനെ ഇവിടെ അടുത്ത് വരെ പ്രവേശിപ്പിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്.